ദൈവത്തിൻ്റെ സ്തോത്രം. ഈ നല്ല പ്രഭാത സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവജനമായി നിങ്ങളുടെ മുന്നിൽ നിൽപ്പാൻ ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വേദിയിലും സത്സരമായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനം എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും വേഗം യേശുനാമത്തിൻ്റെ സ്നേഹം വളർന്നതിനെ അറിയിക്കുന്നു, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവദാസൻ പറഞ്ഞതുപോലെ ദൈവമായാൽ ബുധനാഴ്ച രാത്രി വ്യാഴാഴ്ച വെളുപ്പിനെ ഞാൻ ചില ദിവസങ്ങളിലേക്ക് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, സ്തോത്രം. 25-ാം തീയതി വെളുപ്പിനെ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ യാത്രയോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. 2 വീക്കെൻഡുകളിൽ ഞാൻ ഇവിടെ ഉണ്ടാവുകയില്ല, സ്തോത്രം. കർത്താവ് നിങ്ങളെ ഈ വിദേശത്ത് സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ഒരാഴ്ച കൂടെ നമ്മെ അത്ഭുതകരമായ ദേശത്ത് വഴി നടത്തിയല്ലോ. സമാധാനത്തോടെ സന്തോഷത്തോടെ ഇന്ന് വീണ്ടും ദൈവത്തിൽ കടന്നു വരുവാൻ തക്കണം നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിച്ചിട്ട് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് കിടക്കാം. അതിന് ആധാരമായിട്ട് ഒരു വാക്യം, നമുക്ക് സുപരിതമായിട്ടുള്ള ഒരു വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 107-ന്റെ 7-ാമത്തെ വാക്യം. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. സ്തോത്രം. അവർ പാർപ്പാൻ തക്ക പട്ടണങ്ങളിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയെ നടത്തി. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മളൊരു വിഷയം ഹല്ലേലൂയ ഒരുമിച്ച് ചിന്തിക്കുകയായിരുന്നു, സ്തോത്രം. മരുഭൂവാസവും ക്രിസ്തീയ ജീവിതവും എന്നൊരു വിഷയം. അതിൽ നിന്ന് ഹല്ലേലൂയ പല ചിന്തകൾ ഹല്ലേലൂയ കഴിഞ്ഞ ആഴ്ച ഹല്ലേലൂയ ചിന്തിച്ച വിഷയം, സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ, സ്തോത്രം, ദൈവം മിസ്രൈമിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച്, സ്തോത്രം, അവരെ മരുഭൂമിയിൽ കൂടി നടത്തുമ്പോൾ, സ്തോത്രം, അവർക്ക് മുൻപായി പോയ ഒരു ദൈവത്തെയാണ്, സ്തോത്രം, നമ്മൾ പരിചയപ്പെടുവാനിടയായത്, സ്തോത്രം. ഞാൻ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് എനിക്ക് പൂർണ്ണമായിട്ടും ആ വിഷയം പറഞ്ഞ് പ്രസംഗിച്ച് തീർക്കുവാൻ കഴിഞ്ഞില്ല, സ്തോത്രം. എത്ര പേരത് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, സ്തോത്രം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ആശീർവാദം കഴിയുമ്പോൾ പ്രസംഗം മറന്നു പോകുന്ന ചിലരൊക്കെ ഉണ്ട്, സ്തോത്രം. അതൊരു കുഴപ്പമായിട്ട് ഞാൻ പറയുന്നതല്ല, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഓർക്കാനുണ്ടല്ലോ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നിങ്ങളെ ചെങ്കടൽ തീരത്ത് ഇറക്കി നിർത്തിയിട്ടാണ് ഞാൻ, സ്തോത്രം, കഴിഞ്ഞ ആഴ്ച പോയത്. അതുകൊണ്ട് എനിക്കൊരു മനസ്സമാധാനമില്ലായിരുന്നു. നിങ്ങളെങ്ങനെ കരക്കി കയറ്റിയേച്ച് നാട്ടിൽ പോകാം എന്നുള്ള ചിന്തയിലാണ് ഇന്ന് ഞാൻ ആയിരിക്കുന്നത്, സ്തോത്രം. നമ്മൾ ആ ഭാഗം ചിന്തിച്ചപ്പോൾ, സ്തോത്രം, ഒരു ആവർത്തന വ്യവസ്ഥ ഉണ്ടാവുമെന്ന് എനിക്കറിയാമെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഹല്ലേലൂയ ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കുവാൻ കൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ആഗ്രഹിക്കുകയാണ്, സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ കഴിച്ച ആ 40 വർഷത്തെ അവരുടെ യാത്രയിൽ അവരനുഭവിച്ച വിഷയങ്ങൾ, അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ നമ്മൾ പഠിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മൾ അനുഭവിക്കുന്ന സമാനമായ വിഷയങ്ങളും സമാനമായ പ്രശ്നങ്ങളുമാണെന്ന് നമുക്ക് പഠിക്കുവാൻ തൊക്കണം കഴിയും. അവർ ആ വിഷയത്തെ ഹല്ലേലൂയ എങ്ങനെ കണ്ടു, എങ്ങനെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു, ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം നമ്മുടെ വിഷയങ്ങളിലും എങ്ങനെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ പെറുപിറുക്കുകയും ദൈവത്തിന് എതിരാകുകയൊക്കെ ചെയ്തപ്പോൾ ദൈവം അവരോട് എങ്ങനെ തിരിച്ചു പ്രതികരിച്ചു എന്നൊക്കെ പഠിച്ചാൽ, സ്തോത്രം, പ്രിയ ദൈവമക്കളെ, നമ്മുടെ പല വിഷയങ്ങൾക്കും ഉള്ളൊരു മറുപടി നമുക്ക് ലഭിക്കും. ഞാൻ 5 വിഷയങ്ങൾ ഹല്ലേലൂയ പറയുവാനാണ് അന്ന് ആഗ്രഹിച്ചതെങ്കിലും, സ്തോത്രം, ഹല്ലേലൂയ, 1 മാത്രമേ എനിക്ക് പറയുവാൻ തക്കണം കഴിഞ്ഞുള്ളൂ. മുന്നോട്ടുള്ള വിഷയങ്ങൾ നമുക്ക് കിടക്കാം. അതിനു മുമ്പേ ഒരു റീക്യാപ്പ് പോലെ നമ്മൾ കഴിഞ്ഞ ഹല്ലേലൂയ ആഴ്ച ചിന്തിച്ച വിഷയങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമ്മൾ ഇന്ന് വായിച്ച കുറിവാക്യം ഇതാണ്, സ്തോത്രം, ഹല്ലേലൂയ. അവർ പാർപ്പാൻ തക്ക പട്ടണങ്ങളിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയെ നടത്തി. ചൊവ്വയുള്ള വഴി എന്നതിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് റൈറ്റ് വേ എന്നാണ്, സ്തോത്രം. ഇനി ചില ട്രാൻസ്ലേഷൻ നമ്മൾ ശ്രദ്ധിച്ചാൽ ഹല്ലേലൂയ സ്ട്രെയിറ്റ് വേ എന്ന് കൂടി അതിന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഹല്ലേലൂയ അവരെ ചൊവ്വേ നേരെയുള്ള വഴിയെ നടത്തിയെന്നാണ്. ഇവിടെ ആരെ കുറിച്ചാണ് പറയുന്നത്? ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് പറയുന്നത്. അവരെ ദൈവം നടത്തിയ മരുഭൂമിയിലൂടെ നടത്തിയ ഹല്ലേലൂയ വിധങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുന്നു ദൈവം അവരെ നടത്തിയത് ചൊവ്വേ നേരെ ഉള്ള വഴിയാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച ആ വാക്യം ഇതാണ്. അത് ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. മതി. ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടെ ദൈവം ജനത്തെ ചുറ്റി നടത്തി, സ്തോത്രം.
ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ നിങ്ങൾ ഓർക്കുമല്ലോ, 13-14 ദിവസം കൊണ്ട് ഹല്ലേലൂയ വാഗ്ദത്ത ഭൂമിയിൽ കയറേണ്ടിയിരുന്ന ജനത്തെ 40 വർഷം ദൈവം മരുഭൂമിയിലൂടെ ചുറ്റി നടത്തുവാൻ ഇടയാക്കി. സ്തോത്രം. അതുകൂടാതെ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ചെങ്കടൽ, മാറ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, യുദ്ധങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുവാൻ ഇടയായി. അപ്പോൾ ഇതിലൂടെ എല്ലാം ജനത്തെ നടത്തിയ ദൈവം സങ്കീർത്തനത്തിൽ പറയുന്നു, ഹല്ലേലൂയ, അവനവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. സ്തോത്രം. അപ്പോൾ ഈ 40 വർഷം ചുറ്റി നടന്നത്, 40 വർഷം അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച പ്രശ്നങ്ങൾ, ഇതൊക്കെ ദൈവത്തിന് എങ്ങനെയാ ചൊവ്വായി തോന്നിയത്? ഇതൊക്കെ എങ്ങനെയാ ഹല്ലേലൂയ ദ റൈറ്റ് വേ എന്ന് നമുക്ക് പറയുവാൻ തക്കവണ്ണം കഴിയുന്നത്? 2 ചോദ്യങ്ങളാണ് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ഹല്ലേലൂയ ആ വിഷയത്തിൽ നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, ദൈവം എന്തുകൊണ്ട് ഈ 13-14 ദിവസം കൊണ്ട് തീരേണ്ട ഒരു ജേർണി അത് 40 വർഷം നീട്ടി? സ്തോത്രം. രണ്ടാമത്തെ ചോദ്യം, ഹല്ലേലൂയ, ദൈവം എന്തിന് തന്റെ ജനത്തെ വിളിച്ച് വേർതിരിച്ചിറക്കിയിട്ട് സ്തോത്രം ചെങ്കടലിനകത്തും മാറയിലൂടെയും വെള്ളമില്ലാത്ത ഉണങ്ങിയ സ്ഥലത്തും ഒക്കെ ദൈവം നടത്തി? എന്തുകൊണ്ട് അമാലേക്കർ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നു? ഇങ്ങനെയുള്ള വിഷയങ്ങൾ 2 ചോദ്യങ്ങളായി നിൽക്കുകയാണ്. അതിനുള്ള മറുപടിയാണ് 5 വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ ഇവിടെയായത്. അപ്പോൾ നമ്മൾ വായിച്ച ഈ ഹല്ലേലൂയ 13-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദൈവം അവരെ ചുറ്റി നടത്തി. അവിടെ ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട്, നമ്മളുടെ ആത്മീക ജീവിതത്തിന്റെ ഐറ്റിനറി അല്ലെങ്കിൽ യാത്രാ പരിപാടി തയ്യാറാക്കുന്നത് ദൈവമാണ്. ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ചിറക്കിയപ്പോൾ അവരുടെ യാത്രാ പദ്ധതി മുഴുവൻ ഡിസൈൻ ചെയ്യുകയും തയ്യാറാക്കുകയും ചെയ്തത് ദൈവമാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാവിലെ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ മറന്നു പോകരുത്, നമ്മുടെ ജീവിതവും ദൈവത്തിന്റെ മുന്നിൽ, ദൈവത്തിന്റെ കയ്യിൽ ഒരു ഐറ്റിനറി ഉണ്ട്. ദൈവം നമ്മളെ നടത്തുന്ന ഒരു യാത്രാ പദ്ധതി ദൈവത്തിനുണ്ട്. പക്ഷേ മറന്നു പോകരുത്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം അത് ആർക്കും വെളിപ്പെടുത്തുകയും He will not disclose it. ഇതാ ദൈവത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ പലപ്പോഴും ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ, ദൈവം വെച്ചിരിക്കുന്ന പദ്ധതികൾ നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. സ്തോത്രം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ പ്രവാചകന്മാരെയൊക്കെ വിളിച്ച് അവരുടെ മുന്നിലൊക്കെ ഇരുന്ന് വിഷയങ്ങളൊക്കെ പറഞ്ഞ് സ്തോത്രം പലതും അറിയാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ പ്രിയ ദൈവജനമേ, ഞങ്ങൾക്ക് കാര്യം പറയട്ടെ, എത്ര കൊടിയ പ്രവാചകന്മാരെ കൊണ്ടുവന്ന് പ്രവചിപ്പിച്ചാലും, ക്ഷമിക്കണം, എത്ര ഹല്ലേലൂയ കൃപയുള്ളവരെ കൊണ്ട് പ്രവചിപ്പിച്ചാലും ദൈവമെല്ലാം ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ചിലപ്പോൾ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ കൊടുക്കാതെ വരുമ്പോൾ പ്രവാചകൻ വല്ലതും പറഞ്ഞേച്ചു പോകും ബുദ്ധി. അതാ പലപ്പോഴും നമ്മുടെ ചില പ്രശ്നത്തിൽ ചെന്ന് പെടുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് ഇത് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല. ചില വിഷയങ്ങൾ ചില പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ ഭാഗികമായി നമ്മെ അറിയിച്ചിരിക്കാം, പക്ഷെ അവൻ മുഴുവനായി പറയത്തില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ കേൾക്ക്, ദൈവത്തിന്റെ ദാസന്മാർക്കും ദൈവം വെളിപ്പെടുത്തുന്നില്ല. ഇവിടെ ഉദാഹരണം മോശ തന്നെ. മോശയെ കുറിച്ച് ദൈവത്തിൽ നമ്മൾ കാണുന്നത്, ദൈവം മുഖാമുഖം അവരോട് സംസാരിച്ചത്. ലോകത്തിൽ ആരോടും ദൈവം ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മുഖാമുഖം സംസാരിച്ച ഒരു വ്യക്തിയാ മോശ. ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം നേരിൽ കണ്ടവനാ മോശ. ആ മോശയോട് പോലും ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുത്തില്ല. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളെ അവരെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നടത്തുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത് ഉത്തരവാദിത്തപ്പെടുത്തി അയക്കുമ്പോഴും നീ ഒരു ചെങ്കടൽ ക്രോസ് ചെയ്യണമെന്ന് അവനോട് പറഞ്ഞില്ല. നീ ഒരു മാറെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അവനോട് പറഞ്ഞില്ല. നീ യുദ്ധങ്ങൾ കാണേണ്ടി വരുമെന്ന് പറഞ്ഞില്ല. വെള്ളമില്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ ജനം നിന്റെ നേരെ തിരിയുമെന്ന് ഹല്ലേലൂയ അവനോട് പറഞ്ഞില്ല. ഇതൊക്കെ പോകട്ടെ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ജനത്തെ നീ നടത്തി, ഹല്ലേലൂയ. നിന്റെ തലമുറയിൽ 2 പേരും ബാക്കി 2ാം തലമുറക്കാരും കൂടെ അക്കരെ കിടക്കും, പക്ഷെ നിന്നെ ഞാൻ കയറ്റത്തില്ലെന്ന് ദൈവം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, സ്തോത്രം. വിശ്വാസികൾ അക്കരെ നാട്ടിൽ കയറി, പാസ്റ്ററെ ദൈവം കൊണ്ടുപോയില്ല. യെസ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിത് ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ ചിന്തിക്കാൻ ഇടയായി. ഇന്ന് രാത്രി കർത്താവ് എനിക്ക് പ്രത്യക്ഷനായിട്ട് എന്നോട് പറയുകയാണ്, ജിബി, നിന്റെ പ്രസംഗം കേട്ട IPC എബനേസറിലെ മുഴുവൻ ആൾക്കാരെയും ഞാൻ കൊണ്ടുപോകും, പക്ഷെ നിന്നെ ഞാൻ കൊണ്ടുപോകത്തില്ല. ഇങ്ങനെ പറഞ്ഞാൽ എന്റെ പ്രതികരണം എന്തായിരിക്കും? അച്ചട്ടാണ് ഇതെന്റെ അവസാനത്തെ പ്രസംഗമായിരിക്കും. പിന്നെ ഈ പണിക്ക്
എന്നെ കിട്ടത്തില്ല. കാരണം ഞാൻ എത്ര മെനക്കെട്ട് രാത്രി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ദൈവസ്ഥലിരുന്ന് വെളുപ്പിനെ അലാറം വെച്ച് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിന്നിട്ട് എന്നെ ഇവിടെ ഇട്ടേച്ച് പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ല. ഇത് തന്നെയാ മോശയോടും ദൈവം ഇത് പറയാതിരുന്നത്. രണ്ട് കാര്യങ്ങളാണ് ദൈവം ഇത് നമുക്ക് വെളിപ്പെടുത്താത്തതിന്റെ കാരണം. രണ്ട് കാര്യം. സ്തോത്രം. ദൈവം എന്തുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ യാത്രാ പരിപാടി നമുക്ക് വെളിപ്പെടുത്താതെ? ഒന്ന്, പറഞ്ഞാൽ നമ്മൾ ഇറങ്ങത്തില്ല. യെസ്, നമ്മളോട് ചിലത് നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിന്നുപോകും, നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. രണ്ട്, ദൈവം അത് മുഴുവനായിട്ട് വെളിപ്പെടുത്തിയ നമ്മളോട് വിശ്വസിക്കുന്നില്ല. ചെങ്കടലുണ്ട്, പക്ഷെ ചെങ്കടലിന്റെ അടിയിൽ കൂടെ നിനക്ക് വഴി ഉണങ്ങിയ നിലം ഞാൻ ഒരുക്കുമെന്ന് പറഞ്ഞാൽ മോശ വിശ്വസിക്കുന്നത് ഉറപ്പാ. ഹല്ലേലൂയ. അതിൽ തെളിവ് ഞാൻ തരാം. ജനം പറഞ്ഞു, സ്തോത്രം, അവർക്ക് തിന്നാൻ ഇറച്ചി വേണം. ദൈവം പറഞ്ഞു ഞാൻ കൊടുക്കാം. ഉടനെ മോശ പറയുന്ന ഭാഗമുണ്ട്, നീ എങ്ങനെ കൊടുക്കാനാ? ഈ ജനത്തിന് മുഴുവൻ തിന്നാനുള്ള ഇറച്ചി നീ എവിടുന്ന് കൊണ്ടുവരും? നീ എവിടെ നീ ആടുകളെ മുഴുവൻ അറക്കും? മോശയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവം ഇത് ആർക്കും മുഴുവനായി വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ രാവിലെ സമയം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമ്മെ മരുഭൂമിയിൽ കൂടെ നടത്തുമ്പോൾ നമുക്ക് മുൻപായി നടക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെയും എന്റെയും സകല വിഷയങ്ങളും അവൻ അറിയുന്നുണ്ട്. അതിനെല്ലാം ഉള്ള സൊല്യൂഷനും അവന്റെ കയ്യിലുണ്ട്. പക്ഷെ അത് അവൻ നേരത്തെ ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. അതുകൊണ്ട് ആരും ഭാരപ്പെടണ്ട. ഞാനത് അറിഞ്ഞില്ലല്ലോ, എന്റെ ദൈവമേ നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയരുത്. സ്തോത്രം. ഹല്ലേലൂയ. അതും ഹല്ലേലൂയ വെളിപ്പെടുത്തുന്ന ഒരു രീതി ദൈവത്തിനില്ല. അത് അന്നും ഇന്നും. അപ്പോൾ ശ്രദ്ധിക്കണമേ, നമ്മൾ പറഞ്ഞ വിഷയം ഇതാണ്. ഇസ്രായേൽ ജനത്തെ ദൈവം ഹല്ലേലൂയ മരുഭൂമിയിൽ കൂടെ നടത്തുവാനുള്ള യാത്രാ പദ്ധതി മുഴുവൻ തയ്യാറാക്കി. വിഷയങ്ങളൊന്നും അവരോട് പറഞ്ഞില്ല. നമ്മുടെ രണ്ട് ചോദ്യം ഇതാണ്. എന്തുകൊണ്ട് 40 വർഷം ലോങ് വേ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി? അതിന്റെ ഒരു പോയിന്റ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുവാൻ റെഡിയായി. അതിതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ അവർ ആത്മീയമായും ഹല്ലേലൂയ സ്പിരിച്വലായും ഹല്ലേലൂയ അവർ മെന്റലി they are not prepared to receive the promise. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ അവർ കഴിഞ്ഞ 430 വർഷം മിസ്രൈമിലെ അടിമകളായിരുന്നു. അവരുടെ ചിന്താഗതി തന്നെ മറ്റൊന്നായിരുന്നു. അവരുടെ രീതികൾ വ്യത്യസ്തമായിരുന്നു. ദൈവം അവർക്ക് വെച്ച ആ പ്രോമിസ്ഡ് ലാൻഡ് ഹല്ലേലൂയ അത് സ്വായത്തമാക്കുവാൻ അവർ മാനസികമായും ഹല്ലേലൂയ ആത്മീകമായും ഒരുക്കപ്പെട്ടവരല്ലായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ ഒരുക്കിയെടുക്കേണ്ടതിന് ഒരു 40 വർഷത്തെ പീരീഡ് ദൈവം അവരെ മരുഭൂമിയിലൂടെ നടത്തി. സ്തോത്രം. ദൈവത്തിന് ചില പദ്ധതി ഉണ്ടായിരുന്നു ഈ 40 വർഷത്തിനകത്ത്. ചിലത് പഠിപ്പിച്ചെടുക്കുവാൻ, അവരെ ഒരുക്കിയെടുക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് വിഷയം. നമ്മുടെ എല്ലാം ആഗ്രഹമാണ് കർത്താവ് ഇന്ന് വന്നാൽ ഇന്ന് കർത്താവിലൂടെ പോകണം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ ഒരുങ്ങിയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദേശത്ത് ഹല്ലേലൂയ ചെന്ന് കയറാൻ ഹല്ലേലൂയ നമ്മൾ യഥാർത്ഥത്തിൽ ഒരുങ്ങിയിട്ടുണ്ടോ? സ്തോത്രം. ആ ഒരു ഒരുക്കം നമുക്ക് വന്നിട്ടുണ്ടോ? അതിനുള്ള പക്വത നമുക്ക് വന്നിട്ടുണ്ടോ? സ്തോത്രം. പോകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പോകാനാ നമ്മളെല്ലാവരും ഇറങ്ങിയത്. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ പലരെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം റെഡി ആയിട്ടില്ല ഇതുവരെ. ഈ റെഡിയാക്കുന്ന പദ്ധതിയാണ് സ്തോത്രം ഹല്ലേലൂയ മരുഭൂമിയിൽ കൂടെയുള്ള ഈ യാത്ര എന്ന് പറയുന്നത്. സ്തോത്രം. ഈ 40 വർഷത്തെ നീണ്ട യാത്രയിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ പലരും വീണുപോയി, പലരും അവിടെ അവസാനിച്ചു. പക്ഷേ ഹല്ലേലൂയ ദൈവം തന്റെ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയമാണല്ലോ. അവർ ആത്മീയമായും അവര് ഹല്ലേലൂയ ഭൗതിക അവരുടെ ഹല്ലേലൂയ ആത്മീയമായും അവർ ഫിസിക്കലി ഹല്ലേലൂയ ഇമോഷണലി ഒന്നും ഒരുങ്ങിയിട്ടില്ലായിരുന്നു ഈ വാഗ്ദത്ത ദേശം ഹല്ലേലൂയ കൈപ്പറ്റുവാൻ, അല്ലെങ്കിൽ അതിൽ ചെന്ന് കയറുവാൻ. അതാണ് ഒന്നാമത്തെ വിഷയം. നമ്മൾ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. സ്തോത്രം. ഹല്ലേലൂയ ദൈവ പ്രവർത്തികൾ ഇസ്രായേലിനെ കാണിക്കേണ്ടതിനാണ് ദൈവം 40 വർഷത്തെ ഒരു ദീർഘയാത്ര അവർക്ക് വെച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്
തന്റെ ജനത്തെ സ്തോത്രം ദൈവത്തിന്റെ പ്രവർത്തികളും അവന്റെ മഹത്വവും ദൈവത്തിന് കാണിക്കണം. സ്തോത്രം. ശ്രദ്ധിക്കണേ, 13-14 ദിവസം കൊണ്ട് ഇവർ ഓടി കയറിയിരുന്നെങ്കിൽ, അതായത് വാഗ്ദത്ത ദേശത്തിലേക്ക് ഇവർ ഓടി കയറിയിരുന്നെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവർ കാണത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ഒരു ചെങ്കടലുണ്ടെന്നും ആ ചെങ്കടലിനടിയിലൂടെ ഒരു വഴി വെട്ടി കൊണ്ടുപോകാൻ ദൈവത്തിന് കഴിയുമെന്നും അവരൊരിക്കലും അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ഒരു മാറയുണ്ടെന്നും അത് കൈപ്പുള്ളതാണ്, പക്ഷേ അതിനെ മതിലിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്നും അവരൊരിക്കലും മനസ്സിലാക്കത്തില്ലായിരുന്നു. സ്തോത്രം. മരുഭൂമിയിൽ ഒന്നും കിട്ടാതിരിക്കുന്നിടത്ത്, ഹല്ലേലൂയ, ഭക്ഷണത്തിന് യാതൊരു സാധ്യതയും ഇല്ലായിരിക്കുന്നിടത്ത് സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് അവർക്ക് മന്ന പൊടിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് അവരൊരിക്കലും പഠിക്കത്തില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മരുഭൂമിയിൽ കൂടെ നടക്കുമ്പോൾ തുള്ളി വെള്ളം കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ലായിരിക്കെ പാറ പോലെ ഉറച്ച ഒരു വലിയ പാറയിൽ നിന്ന് അവർക്ക് കുടിവെള്ളം ഒഴുക്കി കൊടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അവരൊരിക്കലും പഠിക്കത്തില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇറച്ചി തിന്നാൻ ആഗ്രഹിച്ച നേരത്തിന്, ഹല്ലേലൂയ, അവർ പിടിക്കാൻ പരുവത്തിൽ കാടപ്പക്ഷികളെ കൊണ്ട് നിർത്തി അവർക്ക് ആവശ്യമായ, ഹല്ലേലൂയ, അവർ തൃപ്തിയാകുന്നത് വരെ തിന്നുവാനുള്ള ഇറച്ചി കൊടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അവരൊരിക്കലും പഠിക്കത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ മരുഭൂമിയിലൂടെ ദീർഘനാൾ നടന്നപ്പോഴാണ് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അവര് കണ്ടത്. ഇന്ന് രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലും ഈ, ഹല്ലേലൂയ, ദൈർഘ്യമേറിയ മരുഭൂ ജീവിതത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ മാറയുടെ അനുഭവവും ചെങ്കടലിന്റെ അനുഭവവും വരണ്ട അനുഭവവും, ഹല്ലേലൂയ, ഒക്കെ വരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന് തന്റെ മഹത്വം നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തണം. ദൈവമാണ് നിന്നെ വിളിച്ചിറക്കിയതെങ്കിൽ നീ ദൈവം ആരാണെന്ന് നീ പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ നിന്നെ ഷോർട്ട് വേയിൽ ചെന്ന് കയറ്റിയാൽ പോരാ, അതിന് ദൈവത്തിന് അല്പം സമയം വേണം. നിന്നെ ചില വിഷയത്തിനകത്തൂടെ കടത്തി വിട്ടാൽ മാത്രമേ, ഹല്ലേലൂയ, ദൈവം ആരാണെന്ന് നീ മനസ്സിലാക്കത്തുള്ളൂ. ഹല്ലേലൂയ. മറ്റൊരു ചിന്ത കൂടെ ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും സ്തോത്രം ചിന്തിക്കാറുണ്ട്, നമുക്കൊരു, ഹല്ലേലൂയ, നല്ല ജോലിയും ഒരു നല്ല 5 അക്ക ശമ്പളവും നല്ല സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാമായിരുന്നു. ഒരു നല്ല വീട് വെക്കാമായിരുന്നു, കുഞ്ഞുങ്ങളെ വിദേശങ്ങളൊക്കെ അയച്ച് നല്ല വിദ്യാഭ്യാസം കൊടുക്കാമായിരുന്നു, പല കാര്യങ്ങളും ഇന്ന് ചെയ്യാൻ കഴിയാത്തത് നമുക്ക് ചെയ്യാമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് ഓർക്കണം, ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നറിയോ? അത് വേറെ രീതിയിലാണ്. സ്തോത്രം. നിനക്ക്, ഹല്ലേലൂയ, ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ നിന്റെ ബുദ്ധിമുട്ടിനിടയിലും ഒരു വീട് വെക്കാൻ ദൈവത്തിന്, ഹല്ലേലൂയ, അവസരം വരും. നിന്റെ ബുദ്ധിമുട്ടിനിടയിലും നിന്റെ കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നിനക്ക് ബുദ്ധിമുട്ടുള്ളപ്പോഴും നിന്റെ വിഷയങ്ങൾ ഒന്നും മുടങ്ങിപ്പോകാതെ നടത്തുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന് കഴിയും. ഇതാ ദൈവം പഠിപ്പിക്കുന്നത് പറയുന്നു. സ്തോത്രം. ഇത് ഈ മരുഭൂമിയിലെ പഠിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. മരുഭൂമിയിലൂടെ നടക്കാൻ ആർക്കും താല്പര്യമില്ല. നല്ല പച്ചപ്പുള്ള, ഹല്ലേലൂയ, നല്ല നീരോട്ടമുള്ള സ്ഥലത്തൂടെ നടക്കാൻ എല്ലാവർക്കും ആഗ്രഹം. പക്ഷേ പ്രിയ സഹോദര സഹോദരി, ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കണം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആത്മീക യാത്ര എന്ന് പറയുന്നത് മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. അത് പച്ചപ്പുല്ലിലൂടെയുള്ള സുഖകരമായ യാത്രയല്ല, അത് മരുഭൂമിയിലൂടെയുള്ള യാത്രയാ എന്ന് മാത്രമല്ല, അവിടെ, ഹല്ലേലൂയ, ചെങ്കടലും മാറയും, ഹല്ലേലൂയ, പ്രശ്നങ്ങളും വരൾച്ചയും എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം പിന്നിൽ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി അതാത് സമയങ്ങളിൽ വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. കഴിഞ്ഞ, ഹല്ലേലൂയ, 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അന്ന് ഞാൻ, ഹല്ലേലൂയ, ഇന്ന കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്ന രാജ്യങ്ങളിൽ പോകാമായിരുന്നു, ഇന്നതൊക്കെ ചെയ്യാമായിരുന്നു, ഇന്ന ടെസ്റ്റുകളൊക്കെ ഞാൻ അന്ന് സമയത്തിന് എഴുതിയിരുന്നെങ്കിൽ, ഹല്ലേലൂയ, എനിക്ക് പലതും അന്ന് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. സ്തോത്രം. നമ്മുടെ ജീവിതം കുറച്ചും കൂടെ ബെറ്റർ ആയേനെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു മിഥ്യാധാരണയാണ്. നിന്റെ ഇല്ലായ്മയിലും നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം.
നമ്മുടെ ചിന്ത നമ്മുടെ കയ്യിൽ കുറെ പണം കുഞ്ഞു കൂടിയാൽ മാത്രമേ നമ്മുടെ വിഷയങ്ങൾ നടക്കത്തുള്ളതാണ് നമ്മുടെ ചിന്ത. ഇതൊരു തെറ്റിദ്ധാരണയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ബാങ്ക് നിറഞ്ഞു കഴിയുമ്പോഴല്ല നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്, തമ്പുരാൻ നടത്തി തരുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്. സ്തോത്രം. ഇത് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് എഴുതണം. നമ്മുടെ ഹല്ലേലൂയ ഹൃദയത്തിന്റെ മാംസപ്പലയിൽ നിന്ന് എഴുതി നമ്മൾ ദൈവമക്കളാ, നമ്മൾ ജാതികളല്ല. ജാതികൾ ഈ വകയൊക്കെ അന്വേഷിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ധനവാനാകാൻ ആഗ്രഹിക്കുന്നത് ജാതികളാ. സ്തോത്രം. പക്ഷേ ദൈവമക്കൾ മനസ്സിലാക്കണം, തമ്പുരാൻ ആ കാര്യങ്ങൾ നടത്തി തരുന്നത്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇത് പഠിക്കണമെങ്കിൽ ഹല്ലേലൂയ മരുഭൂമിയിലൂടെ നടന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഇതെല്ലാം പഠിച്ചത് ഓരോ വിഷയങ്ങളുടെ മുമ്പിൽ. ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ചെങ്കടൽ പോലൊരു വിഷയത്തിന് മുമ്പിലായിരിക്കാം ഇന്ന് രാവിലെ നീ നിൽക്കുന്നത്. മാറ പോലെ കഴിക്കുന്ന ചില വിഷയങ്ങളുടെ മുമ്പിലായിരിക്കാം നീ ഇപ്പൊ ഭാരപ്പെടുന്നത്. ഒരു വരൾച്ച നിന്റെ വിഷയത്തിന്റെ മുമ്പിൽ, വരണ്ട അവസ്ഥ, ഇനി ഒരു ഹല്ലേലൂയ അതിലൊരു നീരോട്ടം ഇല്ലെന്നൊക്കെ നീ ചിന്തിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാവിലെ സമയം ദൂതാണ് നിനക്ക് മുൻപായി പോകുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്നെ നടത്തുന്നത് ഏതെങ്കിലും ഹല്ലേലൂയ ഒരു തെറ്റായ വഴിയിലല്ല, അവൻ ചൊവ്വയുള്ള വഴിയിലൂടെ നിന്നെ നടത്തുന്നത്. നിന്റെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും അവൻ അറിയുന്നുണ്ട്. കാരണം അവൻ നിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നീ നിന്റെ പ്രശ്നത്തെ കാണുന്നതിന് മുമ്പേ തമ്പുരാൻ നിന്റെ പ്രശ്നത്തെ കണ്ടിട്ടുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. തമ്പുരാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴി തമ്പുരാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഭാരപ്പെടുന്നത്, അയ്യോ ദൈവം ഇതൊന്നും അറിയുന്നില്ല, ദൈവം ഇത് കണ്ടില്ലേ കർത്താവേ, ഇത്രയും നാളായില്ലേ കർത്താവേ, എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്ര നാളായി ഞാൻ കരയുന്നു, എന്താ തമ്പുരാനെ ഈ വിഷയത്തിൽ നീ പ്രവർത്തിക്കാത്തത്? പ്രിയ മക്കളെ, മുന്നിൽ നിൽക്കുന്ന തമ്പുരാൻ നിന്റെ വിഷയം കണ്ടില്ലെന്ന് എങ്ങനെ നിനക്ക് ചിന്തിക്കുവാൻ തക്കോണം കഴിയും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തികൾ ഇസ്രായേലിനെ പഠിപ്പിക്കുവാൻ ഹല്ലേലൂയ ദൈവം ചിലതിലൂടെ അവരെ കടത്തിവിട്ടു. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് ദൈവം നമ്മൾ ആഗ്രഹിച്ച എല്ലാ സമ്പത്തും നമ്മൾ ആഗ്രഹിച്ച സൗഭാഗ്യങ്ങളെല്ലാം തന്നാൽ ഈ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ കാണത്തില്ലെന്ന് മാത്രമല്ല, ജീവിതത്തിലുള്ളത് മുഴുവൻ നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയതെന്ന് നമ്മൾ പറയും. ഒരു വാക്യം നിങ്ങളെ ഇതോടുള്ള ബന്ധത്തിൽ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ തന്നെ ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 11 മുതൽ 17 വരെ വായിക്കേണ്ടതാണ്. പക്ഷേ സമയത്തിന് ഓർമ്മയുണ്ട്. 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. ദൈവമായ യഹോവേ, നീ മറന്ന് എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചുകൊള്ളേ. മതി. സ്തോത്രം. ആ ഭാഗത്ത് അതിന്റെ 11 വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തെ ദൈവം വിളിച്ചിറക്കി മരുഭൂമിയിലൂടെ അത്ഭുതങ്ങൾ കാണിച്ച്, അത്ഭുതങ്ങൾ നടത്തി ഹല്ലേലൂയ ചെയ്ത് അവരെ നടത്തിയ വഴികളെല്ലാം പറഞ്ഞേച്ച് 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഒന്നുകൂടെ വായിച്ചേ. എന്റെ കൈയുടെ ദൈവമായ യഹോവേ, നീ മറന്ന് എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചുകൊള്ളേ. എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും കൊണ്ട് ഞാൻ ഇതുണ്ടാക്കിയതെന്ന് നീ എങ്ങനെ പറയുന്നേ? നിന്റെ ഹൃദയത്തിൽ. ഞായറാഴ്ച എഴുന്നേറ്റ് സാക്ഷ്യം പറയുന്നതിന്റെ കാര്യമല്ല അവിടെ പറഞ്ഞത്. നിന്റെ കൂട്ടുകാരുടെ മുമ്പിൽ മേനി പറയരുന്നല്ല പറഞ്ഞത്. നിന്റെ ഹൃദയത്തിൽ പോലും നീ അത് ചിന്തിക്കരുതെന്നാണ് പറഞ്ഞത്. തമ്പുരാന്റെ കയ്യിൽ നിന്ന് പ്രാർത്ഥിച്ച് വാങ്ങിച്ചിട്ട് അത് സ്വന്തം കയ്യിൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് പറയരുത്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. അത് അന്നും ദൈവത്തിന് ഇഷ്ടമല്ല, അത് ഇന്നും ദൈവത്തിന് ഇഷ്ടമല്ല. പ്രിയ മക്കളെ, സകല സൗഭാഗ്യവും ദൈവം തന്നാൽ നാം അറിയാതെ ഉള്ളിൽ പറഞ്ഞു പോകും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞു പോകും, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ഞാൻ ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയതാ. ഹല്ലേലൂയ. ഈ വീട് ഹല്ലേലൂയ എന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. ഈ ഓടിക്കുന്ന കാറ് ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ. ഇതറിയാതെ നമ്മളെന്ന് പറയും. ഒരു മനുഷ്യന്റെ സ്വഭാവമായത്. ഇത് അറിഞ്ഞോണ്ടാണ് ദൈവം പറഞ്ഞത്, നിന്റെ ഹൃദയത്തിൽ പോലും നീ ഇത് ചിന്തിക്കരുത്. കാരണം നിന്നെ അത്ഭുതകരമായ വഴിയിലൂടെ ഹല്ലേലൂയ മരുഭൂമിയിൽ നടത്തിയ നിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കനാൻ നാട്ടിൽ നീ വന്ന് വെറുതെ കയറിയതല്ല, നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നതാ. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ പോലും നീ ഹല്ലേലൂയ അത് നിന്റെ കൈ കൊണ്ട് നേടിയെന്ന് പറയരുത്. അപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊന്നും നടക്കാത്തതിന്റെ കാര്യം ദൈവം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവമാണ് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തന്നത്. അതുകൊണ്ടാ ഹല്ലേലൂയ നാട്ടിലൊരു വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഹല്ലേലൂയ ചില പേരുകളൊക്കെ ഇടും. ആശ്വാസ ഭവനെന്നോ, അല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവിക ഭവനമെന്നോ, ഹല്ലേലൂയ കൃപാ ഭവനമെന്നോ ഒക്കെ പറഞ്ഞ് പേരിടും. പക്ഷേ സ്വന്തം കൈ കൊണ്ടാണ് ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ നമ്മുടെ പേരിടുന്നത്.
യെസ്, ഹല്ലേലൂയ, സ്തോത്രം. വീടിനകത്ത് ഹല്ലേലൂയ യേശു വീടിന്റെ നായകൻ എന്ന് എഴുതി തൂക്കിയിട്ടുണ്ട്. പക്ഷെ അത് സ്വന്തം കൊണ്ടുണ്ടാക്കിയ നമ്മൾ ആ വാക്യം പക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ മക്കളെ, അത് അന്ന് ഇസ്രായേൽ മക്കളുടെ കാര്യത്തിൽ അത് ശരിയായിരുന്നെങ്കിലും ആണെങ്കിലും ഇന്ന് ഹല്ലേലൂയ നമ്മുടെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിലെ ചില ശൂന്യത കൊണ്ട് നോക്കി ഇന്ന് രാവിലെ നിങ്ങൾ ഭാരപ്പെടരുത്. ചിലത് നഷ്ടപ്പെടുന്നത് നോക്കി നിങ്ങൾ ഭാരപ്പെടരുത്. ചിലതില്ലല്ലോ എന്ന് നോക്കി നിങ്ങൾ ഭാരപ്പെടരുത്, ഓർത്ത് ഭാരപ്പെടരുത്, നിങ്ങൾ വിഷമിക്കരുത്. പക്ഷേ തമ്പുരാൻ നിങ്ങളുടെ ഇല്ലായ്മയിൽ നിങ്ങൾ നടത്തും. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനത്തെ ഒരു മരുഭൂമിയിൽ ഒന്നുമില്ലാത്തടത്ത് സകലതും കൊടുത്ത് നടത്തിയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ ദേശത്ത് നമ്മെ നടത്താൻ ദൈവത്തിന് കഴിയത്തില്ലേ? ഹല്ലേലൂയ. നിന്റെ ജോലിയോ നിന്റെ ശമ്പളമോ നിന്റെ ഹല്ലേലൂയ സ്വത്തുവകകളോ ഒന്നുമല്ല ദൈവത്തിന് വിഷയം. ദൈവത്തിന് നിന്റെ ആവശ്യങ്ങളെല്ലാം അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ നമ്മെ നടത്തുവാൻ ശക്തനാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ ഹല്ലേലൂയ അവരെ സസ്റ്റെയിൻ ചെയ്യാൻ, അവരെ നടത്തുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് പഠിപ്പിക്കണമെന്നുള്ള രണ്ടാമത്തെ വിഷയം. ഇനി മൂന്നാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഹല്ലേലൂയ. ദൈവത്തിന് അവന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും ഇസ്രായേലിനെ പഠിപ്പിക്കേണ്ടതിന് അവൻ മരുഭൂമിയിലൂടെ ദീർഘനാളുകൾ അവരെ നടത്തി. സ്തോത്രം. ഇസ്രായേൽ ജനം അവര് നീണ്ട 430 വർഷം ഹല്ലേലൂയ അവര് ഹല്ലേലൂയ മിസ്രൈമിലായിരുന്നു, അടിമകളായിരുന്നു. അവർക്കാകെ അറിയാവുന്ന ചട്ടങ്ങളും പ്രമാണവും ഫറവോന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും, അല്ലെങ്കിൽ ഹല്ലേലൂയ മിസ്രൈമിലെ ദേശത്തിന്റെ ജാതീയമായ ചട്ടങ്ങളും പ്രമാണങ്ങളും മാത്രമേ അവർക്കറിയത്തുള്ളൂ. അവരെ ദൈവത്തിന്റെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും പഠിപ്പിക്കേണ്ടതിന് ഹല്ലേലൂയ ഒരു 10-12 ദിവസം കൊണ്ട് ഓടിക്കേറ്റിയാൽ കാര്യം നടക്കത്തില്ല. അവരെ സീനായുടെ താഴ്വാരത്ത് ദൈവം കൊണ്ടുവന്നു. എന്നിട്ട് അവരുടെ നേതാവായ മോശയെ പർവ്വതത്തിലേക്ക് ഒളിപ്പിച്ചു. എന്നിട്ട് സ്വന്തം കൈകൊണ്ട് ഹല്ലേലൂയ കൽപ്പനകൾ ഉണ്ടാക്കി അതിനകത്ത് ദൈവം ചട്ടങ്ങളും പ്രമാണങ്ങളും എഴുതി അവരുടെ കൈ കൊടുത്തു. നിങ്ങൾ ഹല്ലേലൂയ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്. അവർക്കൊണ്ട് ആവശ്യമായ മുഴുവൻ നിയമങ്ങളും ദൈവം ഹല്ലേലൂയ അവർക്ക് വേണ്ടി എഴുതി തയ്യാറാക്കി ദൈവം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ ചട്ടങ്ങളും പ്രമാണങ്ങളും ഇല്ലാത്ത, ലോലെസ്, ഒരു നിയമങ്ങളും അറിയാത്ത ഹല്ലേലൂയ അങ്ങനെ ജീവിച്ച ഇസ്രായേൽ മക്കളെ ഇങ്ങനെ കൊണ്ടുവന്ന് കനാൻ നാട്ടിൽ കയറിയാൽ ശരിയാവത്തില്ല. അവരിങ്ങനെ കനാൻ നാട്ടിൽ താമസിച്ചാൽ അവർ ജാതികളെ പോലെ അവിടെ ജീവിക്കും. അവർ മറ്റ് ജാതികളെ പോലെ ജീവിക്കും, അല്ലെങ്കിൽ മിസ്രൈമിനെ പോലെ അവിടെ ജീവിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു ഹല്ലേലൂയ ഉദ്ദേശം ഈ വിഷയത്തിലുണ്ടായിരുന്നു. എന്റെ പ്രമാണങ്ങളും എന്റെ ചട്ടങ്ങളും എനിക്ക് ഇവരെ പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിലെ പല വരൾച്ചകളും നമ്മൾ അനുഭവിക്കുന്നത്, ഈ മരുഭൂമിയിൽ നീണ്ട യാത്ര നമുക്ക് ബുദ്ധിമുട്ടാണ് ഹല്ലേലൂയ. പക്ഷേ ദൈവം തന്റെ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രമാണങ്ങളും ദൈവത്തിന്റെ ചട്ടങ്ങളും പഠിക്കാൻ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നമ്മെ ഈ മരുഭൂമിയിലൂടെ നടത്തുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ ഹല്ലേലൂയ യൂണിവേഴ്സിറ്റി ഹല്ലേലൂയ തിയറി കുറവാ, പ്രാക്ടിക്കലാണ് കൂടുതൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഉദാഹരണം ഞാൻ പറയാം. വിശ്വാസം പഠിക്കണമെങ്കിൽ ഒരു 500 പേജിന്റെ ബുക്ക് വാങ്ങിച്ച് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുമെന്ന് ആ വാക്യം എഴുതി ഒരു 500 പ്രാവശ്യം എഴുതി പഠിച്ചാലും വിശ്വാസം പഠിക്കത്തില്ല. യെസ്, അത് ഹല്ലേലൂയ തിയറി പഠിച്ചാൽ പഠിക്കത്തില്ല. അതിന് പ്രാക്ടിക്കൽ തന്നെ വേണം. ഹല്ലേലൂയ. ചെങ്കടലിന് മുമ്പിൽ നിൽക്കുമ്പോഴും ഒരു വിശ്വാസം വേണം. ഹല്ലേലൂയ, സ്തോത്രം. ഇതിനടിയിലൂടെയും ഒരു വഴി തുറക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരുഭൂമിയിൽ ഒന്നും തിന്നാൻ കിട്ടാതെ സകലരും ഹല്ലേലൂയ ബുദ്ധിമുട്ടുമായിരിക്കും. പക്ഷെ നിനക്ക് വേണ്ടി ഒരു കിളിവാതിൽ തുറക്കുമെന്ന് നീ വിശ്വസിക്കണം. ആ വിശ്വാസം നീ പഠിക്കണം. ഹല്ലേലൂയ. തുള്ളി വെള്ളം കിട്ടാൻ ഹല്ലേലൂയ ഇടയില്ലാത്ത ഒരു മരുഭൂമിയിലായിരിക്കും നീയുമെങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു പാറ മതി അതിൽ നിന്ന് വെള്ളം ഒഴുക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് നീ പഠിക്കണം, വിശ്വസിക്കണം. സ്തോത്രം. അപ്പോൾ വിശ്വാസം പഠിക്കണമെങ്കിൽ മരുഭൂമിയിൽ പഠിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിഷയങ്ങൾ വന്നാലേ വിശ്വാസം പഠിക്കത്തുള്ളൂ. സ്തോത്രം. വിശ്വാസം മാത്രമല്ല, സഹിഷ്ണുത നമ്മൾ പലർക്കും ഇല്ലാത്ത കാര്യം. അത് പഠിക്കണമെങ്കിൽ ഹല്ലേലൂയ മരുഭൂമിയിൽ കൂടെ നടക്കണം. ഹല്ലേലൂയ. പ്രത്യാശ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ മരുഭൂമിയിലൂടെ നടക്കണം. നമ്മളെല്ലാവരും ഹല്ലേലൂയ, സ്തോത്രം, വിവിധമായ തൊഴിലുകൾ നാട്ടിൽ പഠിച്ചവരാണ്.
ഹല്ലേലൂയ. നഴ്സുമാർ ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. തിയറി ക്ലാസ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലിനിക്കിലേക്കാണ്. ഒരു പ്രാക്ടിക്കൽ പഠനമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇഞ്ചക്ഷൻ എടുക്കാൻ ഹല്ലേലൂയ തപാൽ മാർഗം പഠിച്ചാൽ പഠിക്കാൻ പറ്റത്തില്ല. ഓൺലൈനായി പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല. എഞ്ചിനീയർമാർ ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ ലാബുകളിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രികളിലോ പോയിട്ടാണ് നിങ്ങളത് പഠിച്ചത്. ഇതുപോലെ വിശ്വാസം പഠിക്കണമെങ്കിലും ഹല്ലേലൂയ ഇതിന് പഠിക്കുന്ന ഒരു ശാലയുണ്ട്. അതാ മരുഭൂമിയാണ് പറയുന്നത്. യെസ്. ഹല്ലേലൂയ. ഇത് എഴുതി പഠിക്കാനോ വായിച്ചു പഠിക്കാനോ കണ്ടു പഠിക്കാനോ കഴിയത്തില്ല. ഇത് ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെയാണ് പഠിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 13-14 ദിവസം കൊണ്ട് ഒരിക്കലും വിശ്വാസം പഠിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ദീർഘനാളുകൾ നീ വിഷയങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ, ചെങ്കടലിന്റെ മുമ്പിൽ വരുമ്പോൾ, മാറയുടെ മുമ്പിൽ വരുമ്പോൾ, ഹല്ലേലൂയ വെള്ളമില്ലാത്ത ദേശത്ത് വരുമ്പോൾ, അമാലിലേക്ക് നിനക്കെതിരെ ഹല്ലേലൂയ പിന്നിലൂടെ ആക്രമിക്കുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ കാണും. നിന്റെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയാകും. അപ്പോൾ ഹല്ലേലൂയ മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. ഹല്ലേലൂയ അവരെ ചിലത് പഠിപ്പിക്കേണ്ടതിന് അവന്റെ ഹല്ലേലൂയ ചട്ടങ്ങളും ന്യായങ്ങളും ഹല്ലേലൂയ ഒക്കെ ദൈവത്തിന് പഠിപ്പിക്കാനുണ്ടായിരുന്നു. അതിനുവേണ്ടിയാ നീണ്ട 40 വർഷങ്ങൾ ദൈവം അവരെ നടത്തുന്നത്. നാലാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഇസ്രായേൽ മക്കൾക്ക് ഒരു മടക്കമില്ലെന്ന് ദൈവത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടിയിരുന്നു. ഹല്ലേലൂയ നോട്ട് ടേണിംഗ് ബാക്ക്. ഹല്ലേലൂയ ചെങ്കടലിന്റെ മുമ്പിൽ വന്നു. ഈ ചെങ്കടലിന് മുമ്പിൽ വന്നപ്പോഴാണ് ഹല്ലേലൂയ അവരുടെ തനി സ്വഭാവം പലരും വെളിപ്പെടുത്തുന്നത്. ഞാൻ ആ വാക്യങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഹല്ലേലൂയ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാനത് റിപ്പീറ്റ് ചെയ്തിരുന്നു. മോശയോട് അവർ ചോദിച്ചു, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞങ്ങൾ അടിമവേല ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടും നീ ഞങ്ങളെ വിളിച്ചിറക്കില്ല എന്ന് പറഞ്ഞാൽ വന്നതിന്റെ നല്ലൊരു ശതമാനം ആൾക്കാർക്കും വരാൻ താല്പര്യമില്ലായിരുന്നു. ഞാൻ പണ്ട് പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോഴും പലരും വലിയ താല്പര്യത്തോടൊന്നും അല്ല ഇറങ്ങിയത്. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോഴും സമുദായത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് വിടാൻ കഴിയാത്തത് നല്ല മനസ്സോടല്ല ഇറങ്ങിയത്. അപ്പൊ ദൈവം എന്ത് ചെയ്തെന്ന് അറിയാമോ? ഇവരെ ഹല്ലേലൂയ ഈ ചെങ്കടൽ അങ്ങോട്ട് കടത്തി വെച്ച് തിരിച്ച് ചെങ്കടൽ അങ്ങ് മൂടി. ഹല്ലേലൂയ മൂടാതെ അത് ഇട്ടിരുന്നെങ്കിൽ യോമാരും പലരും തിരിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അവരുടെ പകുതി മനസ്സ് ഇപ്പോഴും ഇസ്രായേലിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അവർ പലപ്പോഴും ഹല്ലേലൂയ മിസ്രൈമിന്റെ കാര്യം പറഞ്ഞു. ഇറച്ചി കിട്ടാതെ വന്നപ്പോ പറഞ്ഞു, ഞങ്ങൾ ഇറച്ചിക്കരങ്ങൾ കരുതിയിരുന്നു. ഞങ്ങൾ വില കൊടുക്കാതെ വാങ്ങിയ ആ മത്സ്യം, മത്തങ്ങ, കുമ്പളങ്ങ ഇതിന്റെ മുഴുവൻ കണക്ക് അവർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിപ്പോഴും അവിടെയാ പറഞ്ഞത്. അതുകൊണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇവനെ ഒരിക്കൽ ഇറക്കിയാൽ ഇവൻ തിരിച്ചു പോരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ചില വിഷയങ്ങളുടെ മുമ്പിൽ there is no option. We will run out of options. ചില വിഷയങ്ങളുടെ മുമ്പിൽ നമ്മളെ ആരും സഹായിക്കാൻ കഴിയാത്ത വേറെ ഒരു ഓപ്ഷനും ഇല്ലാതെ നമ്മൾ അതിന്റെ മുമ്പിൽ സ്റ്റക്ക് ആവുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവം ആരെ നിന്റെ മുമ്പിൽ നിന്ന് വെളിപ്പെടുത്താൻ. ദൈവം മാത്രമേ നിന്റെ മുമ്പിൽ ഒരു ഓപ്ഷനായിട്ടുള്ളെന്ന് ദൈവത്തിന് വെളിപ്പെടുത്താനാണ്. ചിലതിന് മുമ്പിൽ ഒരു ഓപ്ഷൻ നിനക്ക് കിട്ടാത്തത്. നിനക്ക് വേറെ ഒരു ചാൻസും ഇല്ല. നീ പല വഴി നോക്കി, പലരെ സമീപിച്ചു, പല രീതിയിൽ ഈ വിഷയം ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കി. പക്ഷെ നീ ഇപ്പോൾ അവിടെ സ്റ്റക്കായി കിടക്കുകയാണ്. നിനക്ക് റിട്ടേൺ ഇല്ല, നിനക്ക് തിരിച്ചു പോകാൻ കഴിയുന്നില്ല. കാരണം നിനക്ക് ഒരൊറ്റ ഓപ്ഷനെ ദൈവം വെച്ചിട്ടുള്ളത് ദൈവം മാത്രമാണ്. നിന്റെ വിഷയത്തിന്റെ മുമ്പിൽ ഒരു പരിഹാരം എന്നുള്ളത് ദൈവം മാത്രമാണ് ഓപ്ഷൻ. ലോകത്ത് മെഡിക്കൽ സയൻസ് ഒത്തിരി വളർന്നിട്ടുണ്ട്, ടെക്നോളജി ഒത്തിരി വളർന്നിട്ടുണ്ട്, നിന്നെ സഹായിക്കാൻ ഒത്തിരി പേരുണ്ട്. നിന്റെ വിഷയങ്ങളെ പോലെ അല്ലെങ്കിൽ വന്നവർ ഒത്തിരി പേരുണ്ടായിരിക്കാം. പക്ഷെ നിന്റെ വിഷയത്തിന് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നിന്റെ വിഷയത്തിന് മുമ്പിൽ നീ സ്റ്റക്കായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഓപ്ഷൻ തരാത്തതിന്റെ കാര്യം മനഃപൂർവ്വമല്ല. നിനക്ക് ദൈവം മാത്രമേ ഉള്ളൂ ദൈവം പഠിപ്പിക്കണം. നിന്നെ ഒരിക്കൽ ഇറക്കിയെങ്കിൽ നിന്നെ മടക്കി വിടാൻ ദൈവത്തിന് പ്ലാനില്ല. യെസ്, നിന്നെ ഇറക്കിയേക്കുന്നത് അക്കരെ കൊണ്ട് കയറ്റാനാണ്. നമുക്ക് വേണ്ടി വാഗ്ദത്തം വെച്ചൊരു ദേശമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടത്. ഞാൻ സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പറഞ്ഞൊരു സ്ഥലം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. മടങ്ങിപ്പോകാൻ മനസ്സ് പറയും. ഇത് വേണ്ടെന്ന് പലപ്പോഴും മനസ്സ് പറയും. ഹല്ലേലൂയ. ഉള്ളിലെ ജനം പറയും, ഓ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. പക്ഷേ ദൈവം ആ ഓപ്ഷനെല്ലാം കട്ട് ചെയ്യും. കാരണം നിനക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ദൈവത്തിന് നിന്നെ പഠിപ്പിക്കണം. സമയം മുന്നോട്ട് പോയല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. 5-ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരാം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം എന്തുകൊണ്ടാണെന്ന് പറയാം ഇത്ര ലോങ് ജേർണി, ഇത്ര വിഷയങ്ങളൊക്കെയുള്ള ഒരു വലിയ യാത്ര അവർക്ക് കൊടുത്തത്. നീയും നിന്റെ തലമുറയും ദൈവത്തെ വിശ്വസിക്കുക. ഹല്ലേലൂയ. നീ മാത്രം വിശ്വസിക്കാൻ പോരാ,
നിന്റെ തലമുറയും കൂടെ ദൈവത്തെ വിശ്വസിക്കും. നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? തലമുറ തലമുറയായി അവൻ ഞങ്ങളുടെ ദൈവമാകും. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ ഒരു മാറ വന്നില്ലെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നീ ഒരു ചെങ്കടലിനെ ഫേസ് ചെയ്യുന്നില്ലെങ്കിൽ, ഉറപ്പാണ് നിന്റെ തലമുറ ദൈവത്തെ അറിയുന്നില്ല. നിന്റെ തലമുറ ദൈവത്തെ ഞാൻ യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 6-7 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ ഒരു കാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപെട്ടകത്തിന്റെ മുമ്പിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. അവിടെ പറയുന്ന ഭാഗം ഇതാണ്: യോർദാൻ കടന്നു കഴിയുമ്പോൾ ആ പുരോഹിതന്മാരുടെ കാലിൽ നിന്ന ഭാഗത്ത് നിന്ന് 12 കല്ലെടുക്കണം. എന്നിട്ട് ഈ 12 കല്ല് നീ സൂക്ഷിച്ചു വെക്കണം. എന്തിനാണെന്നറിയാമോ? നിന്റെ തലമുറകൾ ചോദിക്കും, എന്താ? അവർക്കറിയത്തില്ല. മരുഭൂമി അവർ കണ്ടിട്ടില്ല, ചെങ്കടല് കണ്ടിട്ടില്ല, യോർദാൻ കണ്ടിട്ടില്ല. അവർ ചോദിക്കും, ഈ കല്ലുകൾ എന്തിനാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അന്നേരം അവരോട് പറയണം, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ അടിമത്തത്തിൽ നിന്ന് ഇറക്കി, ഞങ്ങളെ മരുഭൂമിയിലൂടെ 40 വർഷം അത്ഭുതകരമായി നടത്തി. ഈ യോർദാൻ കരകവിഞ്ഞ് കിടന്നപ്പോഴും അത് തുറന്ന് ഞങ്ങളെ ഈ വാഗ്ദത്ത നാട്ടിലേക്ക് കയറ്റിയെന്ന് തലമുറയ്ക്ക് നീ പറഞ്ഞു കൊടുക്കണം. പ്രിയ സഹോദര സഹോദരി, നീ മാറ കണ്ടിട്ടില്ലെങ്കിൽ നിന്റെ തലമുറയും ദൈവത്തെ കാണത്തില്ല. അവര് ജീവിതത്തിൽ ദൈവത്തെ അറിയുന്നില്ല. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോഴാണ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, അവര് ദൈവത്തെ കാണുന്നത്. അവര് പറയണം, എന്റെ പപ്പായുടെ ദൈവം, എന്റെ മമ്മിയുടെ ദൈവം. നീ കരഞ്ഞ് ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ സാധിക്കുന്നവളാണെങ്കിൽ, നീ കരഞ്ഞ് ദൈവത്തോട് വിഷയങ്ങൾ പറഞ്ഞ് മറുപടി മേടിക്കുന്നവരാണെങ്കിൽ, നിന്റെ തലമുറ തീർച്ചയായിട്ടും പറയും, എന്റെ പപ്പായുടെയും മമ്മിയുടെയും ദൈവം. നീ ഉപവസിക്കുന്നവളാണെങ്കിൽ നിന്റെ പിള്ളേർ ഉപവസിച്ചിരിക്കും. നീ ഉപവസിക്കുന്നവരാണെങ്കിൽ നിന്റെ പിള്ളേർ ഉപവസിച്ചിരിക്കും. കാരണം ഉപവസിച്ച കാര്യം നടക്കുമെന്ന് അവർ പഠിക്കും. അപ്പൊ തലമുറകളെ കൂടെയാ ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിൽ നിന്ന് ഇറക്കിയവരെ മാത്രം ദൈവത്തിന് അക്കരെ കടത്തിയാൽ പോരാ. അവരെ മാത്രമല്ല ദൈവം കണ്ടത്, അവരുടെ തലമുറകളൂടെ എന്നെ സേവിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. അതിനുവേണ്ടി നീണ്ട 40 വർഷം കഷ്ടതയിലൂടെ, പ്രയാസത്തിലൂടെ, പ്രശ്നങ്ങളിലൂടെ ദൈവം നടത്തി. സ്തോത്രം. പ്രിയ മക്കളെ, ഞാൻ പറയട്ടെ, ഇന്ന് എന്തുകൊണ്ടാണെന്നറിയാമോ നമ്മുടെ പല തലമുറകളും ദൈവത്തെ വിട്ടുപോകുന്നത്? കാരണം നമ്മൾ നടത്തിയ അനുഭവവാസം അവർ കണ്ടിട്ടില്ല, അവരറിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്ത് വിശ്വാസി തന്നെയാണ്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, കൊച്ചു കൊച്ചൻ അപ്പനോട് പറഞ്ഞു, പപ്പാ ഞാൻ വലുതാവുമ്പോ പപ്പാടെ കയ്യിലിരിക്കുന്ന പോലത്തെ ഒരു ക്രെഡിറ്റ് കാർഡ് എനിക്കും വേണം. കാരണം അവൻ കണ്ടേക്കുന്നത് പപ്പ എവിടെ പോയാലും ഈ സാധനം ഇങ്ങനെ ഒന്ന് കാണിക്കും, കാര്യം നടക്കും. തുണി മേടിക്കുന്ന കടയിൽ പോയാൽ, ലുലുവിൽ പോയാൽ ഇതൊന്ന് കാണിക്കും, പി കാണിക്കും, അവരവിടുന്ന് സാധനം കൊണ്ട് വിടും. സ്തോത്രം. ഫുഡ് കഴിക്കുന്നിടത്ത് പോയാൽ ഈ സാധനം ഒന്ന് സ്വൈപ്പ് ചെയ്യും, കാര്യം നടക്കും. അപ്പൊ അവൻ ഒറ്റ ചിന്തയുള്ളൂ, ഇത് കിട്ടിയാൽ കാര്യം നടക്കും. ഇന്ന് നമ്മുടെ തലമുറകളെല്ലാം ഇങ്ങനെയാണ്. നമ്മുടെ കയ്യിലെ പണവും നമുക്ക് ദൈവം തന്ന നന്മയും മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. നമ്മൾ മരുഭൂമി കിടന്ന് കറങ്ങിയതവർ കണ്ടിട്ടില്ല. നമ്മൾ ചെങ്കടലിനകത്ത് മുന്നിൽ നിന്ന് നെടുവീർപ്പിട്ടുന്നവർ കണ്ടിട്ടില്ല. മാറയിലെ വെള്ളം കുടിച്ച് കഴിച്ച് ഇറക്കാൻ പറ്റാത്ത അവസ്ഥ അവർ കണ്ടിട്ടില്ല. ഇത് അവർ കാണാത്തടത്തോളം ഈ ദൈവത്തെ അവർ സേവിക്കുന്നില്ല. ഇന്ന് രാവിലെ ഒരു ബുദ്ധിപദേശമായി പ്രിയ സഹോദരന്മാരെ ഞാൻ പറയട്ടെ, മാറയുടെ മുമ്പിലായിരിക്കാൻ നീ, ചെങ്കടലിന്റെ മുമ്പിലായിരിക്കാൻ നീ, വരണ്ട ദേശത്തായിരിക്കാൻ നീ ഭാരപ്പെടണ്ട. അത് നിന്നെ മാത്രമല്ല പഠിപ്പിക്കുന്നത്, നിന്റെ തലമുറയും കൂടെ ദൈവം പഠിപ്പിക്കുന്നത്. കാരണം നമ്മെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ തലമുറയായുള്ളൊരു ദൈവം നമ്മുടെ ദൈവം. നമ്മുടെ തലമുറ അത് പഠിച്ച അവന്റെ തലമുറയ്ക്ക് അത് പറഞ്ഞു. ഇങ്ങനെയാ തലമുറയായി നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. എന്റെ വാക്കുകളെ ഞാനോട് അവസാനിപ്പിക്കുക. നമ്മൾ വായിച്ച ആ കുറിവാക്യത്തിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. അവർ പാർപ്പാൻ തക്ക പട്ടണങ്ങളിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. ഒരു പക്ഷേ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഇതെങ്ങനെയാ ചൊവ്വയുള്ള വഴിയെന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചേക്കാം. ഇതെങ്ങനെയാ സ്ട്രെയിറ്റ് വേ, ഇതെങ്ങനെയാ നേരെയുള്ള വഴി എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഞാൻ കിടന്ന് കറങ്ങുകയാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ ഇത് ചൊവ്വയുള്ള വഴിയാണ്, ഇതാണ് നേരെയുള്ള വഴി എന്ന് ദൈവം പറയുന്നു. നിന്റെ മുമ്പിൽ മാറയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. നീ കണ്ണീരൊഴുക്കുന്നുണ്ട് ഒത്തിരി നാളുകളായി നീ ഉപവാസത്തില, ഒത്തിരി നാളുകളായി നിന്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്. പക്ഷേ തമ്പുരാൻ ഇതെല്ലാം കണ്ടോണ്ടാ പറയുന്നത്, നിന്നെ ഞാൻ ചൊവ്വയുള്ള വഴിയിലാണ് നടത്തുന്നത്.
Yes, നിന്നെ റൈറ്റ് വേയിലാണ് ഞാൻ നടത്തുന്നത്. നിന്റെ പ്രശ്നം ദൈവത്തിന് അറിയാനിട്ടല്ല, നിന്റെ വിഷയങ്ങൾ ദൈവത്തിന് അറിയാനിട്ടല്ല, നിന്റെ കണ്ണുനീര് കാണാനിട്ടല്ല, നീ കരഞ്ഞപ്പോൾ ഏങ്ങലടിച്ചത് ദൈവം കേൾക്കാനിട്ടല്ല. കാരണം അവൻ നിന്റെ മുൻപിൽ തന്നെയുണ്ട്, നിന്റെ വിഷയങ്ങളെല്ലാം അവൻ അറിയുന്നുണ്ട്. പക്ഷേ നിന്നെ ഒരുക്കി കൊണ്ടുവരുന്ന ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. നിനക്കത് എങ്ങനെയെങ്കിലും അപ്പുറത്ത് കിടന്നാൽ മതിയെന്ന, പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അതിനപ്പുറത്താ. നിന്നെ ഒരുക്കി വേണം അപ്പുറത്തേക്ക് കിടത്താൻ. നിന്നെ വെറുതെ കൊണ്ടുപോയി കയറ്റുകയല്ല, നിന്നെയും നിന്റെ തലമുറയെയും ദൈവസ്ഥലിൽ നിർത്തണമെന്നും ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ ദൈവം പറയുന്നത്, ഞാൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. ഇന്ന് ഈ സമയം ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് പകരാം. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വിവിധമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരി സഹോദരന്മാർ ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്നുണ്ട്. പലപ്പോഴും സഹികെട്ടു, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മടുത്തു, ഇതിനൊരു മറുപടി കാണുന്നില്ല, ഇതിനൊരു അറ്റം കാണുന്നില്ല, സ്തോത്രം എന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും നീറിയും ഇരിക്കുന്ന പലരും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. പ്രിയ സഹോദര സഹോദരി, നിന്റെ മരുഭൂമി യാത്രയിൽ നിന്റെ മുന്നിൽ പോകുന്ന ദൈവത്തെ നീ കാണുന്നുണ്ടോ? നിന്റെ വിഷയങ്ങൾ അറിയുന്ന ദൈവത്തെ നീ കാണുന്നുണ്ടോ? സ്തോത്രം. നിനക്ക് വേണ്ടി ഇല്ലായ്മയുടെ മധ്യത്തിലും വഴി തുറക്കുന്ന ഒരു ദൈവത്തെ നീ കണ്ടിട്ടുണ്ടോ? നിന്നെ ചിലത് പഠിപ്പിക്കുന്ന ഒരു ദൈവത്തെ നീ കാണുന്നുണ്ടോ? നിനക്ക് ഇതിന്റെ മുമ്പിൽ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തെ നീ കാണുന്നുണ്ടോ? നിന്റെ തലമുറയെ കൂടെ കരുതുന്ന ഒരു ദൈവത്തെ നീ കാണുന്നുണ്ടോ? സ്തോത്രം. നിന്റെ ജീവിതത്തിലെ വിഷയങ്ങളുടെ മുമ്പിൽ ചിലത് പഠിക്കുന്ന നിന്റെ മക്കളെ നീ കാണുന്നുണ്ടോ? സ്തോത്രം. അത് കാണില്ല എങ്കിൽ എന്ന് കരയുവാനേ നമുക്ക് കഴിയുകയുള്ളൂ. സ്തോത്രം. ഇന്ന് രാവിലെ സമയം നമ്മുടെ ചിന്താഗതികളൊന്നും മാറട്ടെ. ദൈവം തന്റെ പദ്ധതികളിലൂടെയാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർപ്പാൻ തക്ക പട്ടണങ്ങൾ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയെ നടത്തുന്നു. ദൈവമായ കർത്താവ് ഈ വചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കുന്നു.